ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ലതാ അജയ്കുമാർ, മച്ചാട് സ്വദേശി. പിന്നെ ഇന്നിപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പിള്ളേർ ചിലരൊക്കെ ചോദിക്കേണ്ട അതിൻ്റെ അളവ് അറിയണില്ല ചേച്ചി, ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ. അപ്പോൾ നമുക്ക് അളവ് പറയുന്നൊരു വീഡിയോ തന്നെയാണിത്. രണ്ട് തരം സോപ്പാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ശംഖുപുഷ്പത്തിൻ്റെ ഇതാണിത്. എസൻസ് ഒന്നുമല്ല, നമ്മൾ ഫ്ലവർ ഇട്ടതാണ്. ഞാനത് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തു ഇടാൻ കാണിക്കാൻ മറന്നുപോയി. അതിൻ്റെ പച്ച കളറുള്ള ഒരു ഞെട്ടൊക്കെ ഒടിച്ച് കളഞ്ഞിട്ട് ഫ്ലവറിൻ്റെ പെറ്റൽസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ജ്യൂസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെയും കാണിച്ചില്ല. ഇതുപോലെ ഒരു വാട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പാത്രം, അതിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് നല്ലപോലെ തിളയ്ക്കുമ്പോൾ ഇങ്ങനെ അത് കണ്ടു. ഇത് ഞാൻ അതിന് നല്ലപോലെ ജ്യൂസ് എടുത്ത് അങ്ങനെ അലിഞ്ഞ് വന്നതാണ് കേട്ടോ, ഞാൻ എടുത്തൊന്നുമല്ല. അപ്പോൾ അതിനിങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ആയതാണ് കണ്ടോ. ഇത് ചെമ്പരത്തിയുടെയാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് ചെമ്പരത്തിയുടെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ശംഖുപുഷ്പമാണ്. അപ്പോൾ ആ രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് സോപ്പ് ബേസാണ്. സോപ്പ് ബേസ് പലതരത്തിലും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഞാൻ വാങ്ങുന്നത് ഗ്ലിസറിൻ ഉള്ള സോപ്പ് ബേസാണ്. അപ്പോൾ അതിൽ സൾഫേറ്റോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലവർ എടുത്തതിൻ്റെ ആവശ്യമില്ലാത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ എടുക്കുമ്പോൾ അത് ഇതുപോലെ പെറ്റൽസ് ഇതളുകൾ മാത്രമാണ് നമ്മൾ എടുക്കുക. അതുപോലെ ഞെട്ടി എന്ന് പറയില്ലേ, ഇതൊക്കെ നമ്മൾ പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ. അപ്പോൾ ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് നമ്മളതിൻ്റെ ഇതളുകൾ മാത്രമാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിൽ കിട്ടാലും മതി, വേണമെങ്കിൽ 2 മിനിറ്റ് അതിനകത്ത് ഇരുന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ എസൻസ് മൊത്തം ഇങ്ങനെ അങ്ങോട്ട് പോരും. അപ്പോൾ ഈ ഹിബിസ്കസിൻ്റെ അല്ലെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ ഒക്കെ എന്താ പറയുക, നമ്മുടെ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. നമ്മളെ സ്കിന്നിനെ ഒരുമാതിരി എക്ദം സോഫ്റ്റാക്കി വയ്ക്കും, സ്മൂതി ഷൈനി ആയിട്ടുള്ള സ്കിന്നാവും. ഈവൻ കുഞ്ഞു പിള്ളേർക്ക് പോലും അത് നല്ലതാണ് സ്കിന്നിന്. പിന്നെ നമുക്ക് ഇത്തിരി പ്രായമായവർക്കൊക്കെയാണ് ജരാനരി അങ്ങനെയുള്ളതും ഒന്നും ബാധിക്കില്ല. പിന്നെ നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമുക്കറിയാം, സ്മൂത്തായിട്ട് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ ഈ ശംഖുപുഷ്പവും രണ്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നമ്മൾ എത്രയാണ് എടുക്കുന്നത് സോപ്പ് ബേസ്, ഇപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു 1/2 കിലോ ആണ്. അപ്പോൾ നമ്മൾ 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ ഒക്കെ ആണെങ്കിൽ 1 കിലോയ്ക്ക് നമുക്ക് എത്ര എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു 10% കേട്ടോ നമുക്ക് ശരിക്കും ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പറ്റുള്ളൂ നമുക്കെല്ലാം കൂടെ. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ കുറച്ച് കൂട്ടിയൊക്കെ ഇടാറുണ്ട്, പക്ഷേ ഇതുവരെയും സോപ്പ് ചീത്തയായിട്ടൊന്നും പോയിട്ടില്ല. ബട്ട് ഡിപ്പെൻസ്, നമ്മളത് പൊടിയൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂട്ടിയിടാം. അതുപോലെ തന്നെ ഇപ്പോൾ ഓയിൽ അധികം ചേർക്കാനൊന്നും പാടില്ല, കാരണം ഓൾറെഡി ഇതിൽ ഗ്ലിസറിനും ഓയിലും ഒക്കെ ഉള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ബദാം ഓയിൽ ചേർക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്രൻസാണ്. 2 തരത്തിലുള്ള ഫ്രാഗ്രൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ലാവൻഡറും ഡവിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇത് മറക്കണ്ട, വൈറ്റമിൻ അല്ലെങ്കിൽ വിറ്റാമിൻ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന വിറ്റാമിൻ ഇ ആണ്. അതൊരുപാട് നല്ലതാണ് സ്കിന്നിന്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ സോപ്പ് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു 2-3 ഡ്രോപ്പ് 1 കിലോയ്ക്ക് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ഒരു 15-16 തുള്ളി ആണ് നമ്മൾ ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണെങ്കിലും അത്രയാണ് ചേർത്താൽ മതി. പിന്നെ ഒരുപാടൊന്നും ചേർക്കേണ്ട, അത് നല്ലതല്ല. ചിലപ്പോൾ അധികമായ അമൃതും വിഷമെന്നല്ലേ പറയാം. അപ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് ഞാൻ പറഞ്ഞു ഗ്ലിസറിൻ ഉള്ളതാണ്. അപ്പോൾ വലിയ കാര്യമായിട്ട് ഗ്ലിസറിൻ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഇത് ബോയിൽ ചെയ്യുന്നത് ഡയറക്റ്റ് സ്റ്റൗവിൽ കൊണ്ട് വയ്ക്കാൻ പാടില്ല. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നത് മെൽറ്റായി കിട്ടും, അലിഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് മെൽറ്റ് ചെയ്യാൻ താഴെ നിങ്ങൾക്ക് കാണാൻ ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് വലിയ പാത്രം വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്ര വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ താഴെയുള്ള വെള്ളത്തിൽ വെച്ചിട്ട് ആണ് നമ്മൾ ആ വെള്ളം ചൂടാകുമ്പോഴാണ് ഇത് മെൽറ്റ് ആവുന്നത്, അതിനകത്ത് വീണ് കണ്ട. അപ്പോൾ അത് പതിയെ മെൽറ്റായി വരുമ്പോൾ നമുക്ക് ബാക്കി കാണാം. ഇങ്ങനെ ഒരുപാട് ഇളക്കണ്ട, അത് തനിയെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് നമ്മൾ ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അലിയിച്ചെടുത്ത് മെൽറ്റായി പൂർണ്ണമായിട്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാം ഇൻഗ്രീഡിയൻസ്. പക്ഷേ അതായിട്ടേ ഓക്കെ ചൊല്ലിയോ. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ശംഖുപുഷ്പമാണ്. ഞാൻ പറഞ്ഞു നമ്മളിത് 500-ൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുപാടൊന്നും ചേർക്കാതിരുന്നത് കേട്ടോ. ഇതിട്ടിട്ട് പതിയെ ഒന്ന് ഇളക്കാം. അത് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലൊക്കെ നമ്മൾ ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ അതിന് സ്മെല്ല് ഇല്ലാതാവും. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യും.
കുഴപ്പമില്ല വെച്ചിട്ട് പിന്നെ ഞാൻ 7-8 ഡ്രോപ്പ് ഇട്ടാൽ മതി. അതിനോട് അറിയട്ടെ. ഇത് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലതാണ്, സ്കിൻ നിറം വയ്ക്കാനൊക്കെ. പിന്നെ നമ്മൾ ചേർക്കുന്നത് സ്മെല്ലാണ്. അധികമൊന്നും വേണ്ട കേട്ടോ, ഒരു 6-7 തുള്ളി മതി. പിന്നെ ഒരു തുള്ളി ആൽമണ്ട് ഓയിലും കൂടെ ചേർക്കാം. നിങ്ങളിലുണ്ടെങ്കിൽ മതി, ഇത് ഓപ്ഷനിലാണ്. ഇനി സ്മെല്ല് നിങ്ങളുടെ ഇഷ്ടമാണ് ചേർക്കുന്നത് വേണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ എന്തായാലും ചേർക്കണം, അല്ലെങ്കിൽ അത് സ്കിന്നിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ടാണ് ഇത്രയും വേണ്ടത്. നിങ്ങളല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണെങ്കിലും മതി. ഇപ്പോൾ അതൊക്കെ മിക്സായി ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അധികം ഉണ്ടോ ഫേസ് വരുന്നത്, അപ്പോൾ അത് നല്ലതല്ല. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സോപ്പ് ചെമ്പരത്തിയുടെ ഇതാണ്, എസൻസാണ്. ഇപ്പോൾ ഞാൻ പെറ്റൽസ് അതിൻ്റെ ഇതളുകൾ എടുത്തിട്ട് അതിൻ്റെ ഇതെടുത്തതാണ് ഞാൻ ജ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് അരച്ച് വേണമെങ്കിൽ ഇടാം, പക്ഷേ ഞാനത് അരയ്ക്കുന്നതിനേക്കാൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടും നല്ലതായിട്ടും തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ, അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ഇല്ല സോപ്പ്. ഇതാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ബോയിലാവുമ്പോഴേക്കും അത് കുറച്ചാളൊരു 7-8 മാസമെങ്കിലും മിനിമം ഇരിക്കും. 7 മാസം എന്നല്ല, അതിലും കൂടുതലിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ഒരു ഷുവറിറ്റി വേണ്ട ഇരിക്കും എന്നുള്ളതിന്. അപ്പം ഞാനത് ഒഴിക്കാൻ പോയപ്പോഴേക്കും ഇത് വീണ്ടും സെറ്റായി. അപ്പം അങ്ങനെ നമ്മുടെ ചെമ്പരത്തി സോപ്പും റെഡിയായി. ഞാൻ ദേ മോൾഡിൽ ഒഴിച്ച് വെച്ചിട്ട്, നിങ്ങൾക്ക് വീട്ടിൽ മോൾഡില്ലെങ്കിൽ ഈ പേപ്പർ കപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ആണ് പാത്രം എടുക്കുന്നതെങ്കിൽ അതിന് നമുക്കൊന്ന് പതിയെ എണ്ണയോ വെണ്ണയോ എന്തെങ്കിലുമൊക്കെ തടവിയിട്ട് വേണം കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ സിലിക്കൺ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോളും. ഓക്കെ, ഞാൻ നേരത്തെ മെൽറ്റ് ആക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പിന്നെ ഒന്നും ചെയ്യാതിരുന്നത്. സെയിം ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഞാനൊന്ന് കൂട്ടിയിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കുറച്ച് അലോവേര കൂടെ. കാരണം ഇത് ഭയങ്കര ഡാർക്കായിരുന്നു, അപ്പോൾ അതൊരു സുഖം തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു അലോവേര എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ജ്യൂസ്, അതുകൊണ്ട് കുറച്ച് ചേർത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കുക, മുകളിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിങ്ങനെയുള്ള ഈ പതയൊക്കെ ഉണ്ടെങ്കിലും അതിനെങ്ങനെ നമുക്ക് പതുക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പം ഞാൻ ഉണങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. 2-3 മണിക്കൂർ ഇരിക്കണം ഇതിന്. അപ്പോൾ നമ്മുടെ ഒരു 3-4 മണിക്കൂറായി. 3 മണിക്കൂറിൽ ആകുമ്പോഴേക്കും ഉണങ്ങുന്നുണ്ട് കേട്ടോ. 4-5 മണിക്കൂർ വെച്ചിരുന്നിട്ട് നല്ലത്. ഇങ്ങനെയാണ് ഇത് ഇളക്കിയെടുക്കുക. കാരണം സിലിക്കോണിൻ്റെയാണ് ആയതുകൊണ്ട് പെട്ടെന്ന് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചെമ്പരത്തിക്കുട്ടൻ. പിന്നെ നല്ല സുന്ദരമായിട്ടുള്ള സോപ്പ് ആണ്. വാവ്, എന്ത് രസം അത് കാണാൻ. ശംഖുപുഷ്പത്തിൻ്റെ ഒരു നല്ല ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആയിട്ട് കളർ. ഇത് ചെമ്പരത്തി നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ നമുക്ക് തോന്നും അത് റോസാണ്, പിങ്കാണെന്നൊക്കെ. പക്ഷേ കുറച്ച് ഡാർക്കായിരുന്നു. ഞാൻ കറ്റാർവാഴ ചേർത്തിട്ട് പോലും ഇത്രയേ ആയിട്ട് കിട്ടിയുള്ളൂ. ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ഇതെന്ത് കളറെന്നാ പറയുക, ഡാർക്ക്. ഇത് ശംഖുപുഷ്പത്തിന് നല്ല സുന്ദര സോപ്പ്. അപ്പോൾ രണ്ടും നല്ല സുന്ദരക്കുട്ടപ്പന്മാർ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ വീട്ടിലിരുന്ന് വരുമാനമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അതൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അളവൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. ഇനി സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും